നമസ്കാരം. ഗ്രാമ്യ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഗ്രാമപ്രദക്ഷിണം പൂർത്തിയാക്കി ആറാട്ടുപുഴ പൂരത്തിന് നെടുനായകത്വം വഹിക്കാൻ ഇനി തേവരുടെ രാജകീയ യാത്ര. അതിഥി തൊഴിലാളികളുടെ കുട്ടികളുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി ചിരാഗ് 2026 പദ്ധതിക്ക് തുടക്കമായി. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ചൂടേറുന്നു. UDF കയ്പമംഗലം നിയോജക മണ്ഡലം സ്ഥാനാർത്ഥി TM നാസർ വിവിധയിടങ്ങളിൽ പര്യടനം നടത്തി. ഗീതാഗോപിയുടെ തെരഞ്ഞെടുപ്പ് ഗാനങ്ങളുടെ ഓഡിയോ റിലീസിംഗ് നടന്നു. വാർത്തകൾ വിശദമായി. പ്രജകളുടെ ക്ഷേമമന്വേഷിച്ചുള്ള ഗ്രാമപ്രദക്ഷിണം പൂർത്തിയായി. ഇനി തൃപ്പയാർ തേവർക്ക് ഭൂമിയിലെ ദേവസംഗമമായ ആറാട്ടുപുഴ പൂരത്തിൽ നെടുനായകത്വം വഹിക്കാനുള്ള യാത്രയാണ്. തിങ്കളാഴ്ച രാവിലെ തന്ത്രിയിലെത്തുന്ന പുറപ്പെട്ട ഭഗവാൻ വൈറ്റിലാശ്ശേരി നിയമവടിയും കഴിഞ്ഞ് ചാഴൂർ പഴയന്നൂർ ഭഗവതി ക്ഷേത്രം, ആവണങ്ങാട്ട് കളരി എന്നിവിടങ്ങളിൽ പറ സ്വീകരിച്ചു. മുരിയാംകുളങ്ങര ക്ഷേത്രത്തിലെത്തി പ്രതീകാത്മകമായി മീൻപിടുത്ത ചടങ്ങ് നടത്തി. ക്ഷേത്രത്തിൽ തിരിച്ചെത്തി ഉഷപൂജ കഴിഞ്ഞ് പുത്തൻകുളത്തിൽ ആറാടും. തുടർന്ന് ക്ഷേത്രത്തിൽ തിരിച്ചെത്തി പതിവ് ചടങ്ങുകൾ പൂർത്തീകരിക്കും. വൈകിട്ട് നിയമവടിക്ക് ശേഷം രാത്രി 7 മണിയോടെ അത്താഴപൂജയും അത്താഴ ശീവേലിയും കഴിഞ്ഞാണ് തേവരുടെ പുറപ്പാട്. പള്ളിയോടത്തിൽ പുറപ്പെടുന്ന ഭഗവാന് കിഴക്കേക്കരയിൽ സ്വീകരണത്തിന് ശേഷം പ്രത്യേക മണ്ഡപത്തിൽ തേവരെ ഇറക്കി എഴുന്നള്ളിക്കും. ആനപ്പുറത്ത് തേവരുടെ സ്വർണ്ണക്കോലം കയറ്റും. സായുധ പോലീസ് ഗാർഡ് ഓഫ് ഓണർ നൽകിയതിനു ശേഷമാണ് യാത്ര. ശംഖ, മദ്ദള, മംഗളധ്വനികളോടെ വഴിനീളെ രാജകീയ എതിരേൽപ്പുകളോടെയാണ് തേവരുടെ യാത്ര. ചിറയ്ക്കൽ സെന്ററിൽ പ്രത്യേകം തയ്യാറാക്കിയ മണ്ഡപത്തിൽ തേവരുടെ കോലം ഇറക്കി എഴുന്നള്ളിക്കും. കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ നിന്ന് കൊണ്ടുവരുന്ന താമരമാല കൊണ്ട് ഭഗവാനെ അലങ്കരിക്കും. തുടർന്ന് തേവർ പല്ലിശ്ശേരി സെന്ററിൽ 5 ആനകളോടെയും പഞ്ചവാദ്യവും കഴിഞ്ഞ് 11 ആനകളോടെയും കൈതവളപ്പിൽ എത്തും. ഇടതുഭാഗം ഊരകത്തമ്മ തിരുവടിയും ചാത്തക്കുടം ശാസ്താവും വലതുഭാഗം ചേർപ്പ ഭഗവതിയും ചേർന്ന് കൂട്ടിയെഴുന്നള്ളിപ്പിന് ശേഷം മന്ദാരംകടവിൽ ആറാട്ടിന് എഴുന്നള്ളും. അതിനുശേഷം ഉപചാരം പറഞ്ഞ് അടുത്ത പൂരത്തിന് എത്തിക്കൊള്ളാമെന്ന് വാക്കുകൊടുത്ത് തിരിച്ച് എഴുന്നള്ളും. തൃപ്പയാർ തേവർ മുരിയംകുളങ്ങര ക്ഷേത്രത്തിൽ പ്രതീകാത്മക മീൻപിടിക്കൽ ചടങ്ങ് നടത്തുന്നതിന്റെ ഭാഗമായി ക്ഷേത്രത്തിലേക്ക് തേവരോടൊപ്പം വരുന്ന ഭക്തർക്ക് കഞ്ഞിയും പുഴുക്കും വിതരണം ചെയ്തു. മുരിയംകുളങ്ങര ക്ഷേത്ര പരിസരത്തെ ഒരു കൂട്ടം യുവാക്കളാണ് വർഷങ്ങളായി ഇത് നടത്തിവരുന്നത്. പാളപാത്രത്തിൽ പ്ലാവിലക്കോരിയോടൊപ്പം കഞ്ഞിയും മുതിരപ്പുഴുക്കും അച്ചാറും പപ്പടവുമാണ് ഭക്തർക്ക് വിതരണം ചെയ്തത്. പ്രവീൺ കുമാർ, സുനിൽ MV, സുമേഷ്, അജീഷ്, കണ്ണൻ, പ്രസാദ്, ബാബു, തമ്പി, ജ്യോതി, അർജുൻ, അക്ഷയ് രാജ്, സാഗർ, ബാബു, വിജിൽ, ധനുഷ്, അമ്പാടി എന്നിവർ കഞ്ഞി വിതരണത്തിന് നേതൃത്വം നൽകി. 1000-ലധികം ഭക്തർക്കാണ് ഇക്കൊല്ലം കഞ്ഞി വിതരണം ചെയ്തത്. തുടർച്ചയായി 19 വർഷത്തോളം മുരിയംകുളങ്ങര ക്ഷേത്ര നിവാസികളായ ഒരു കൂട്ടം യുവാക്കളുടെ നേതൃത്വത്തിൽ ഭക്തർക്കുള്ള കഞ്ഞി വിതരണം നടത്തിവരുന്നതിന്റെ ഭാഗമായി ദേവസ്വം ഓഫീസർ വിനോദ്, ക്ഷേത്ര മേൽശാന്തി സതീശൻ എന്നിവർ ചേർന്ന് കൂട്ടായ്മയെ ആദരിച്ചു. മുരിയാംകുളങ്ങര ദേവസ്വത്തിന്റെ കീഴിൽ അടുത്തുള്ള അമ്പലത്തിന്റെ അടുത്തുള്ള ഒരു കൂട്ടം യുവാക്കള് 19 വർഷത്തോളമായി നമ്മൾ ഈ കഞ്ഞി അവർ വരുമ്പോൾ അതൊപ്പം ക്ഷീണിത ഭക്തർക്ക് കൊടുക്കുന്ന കഞ്ഞി വിതരണം 19 വർഷത്തോളമായിട്ടാണ് നമ്മളിത് തുടർച്ചയായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മളിത് എല്ലാവരും കൂടി ഒരുമിച്ച് ചെയ്യുന്ന കാര്യമാണ്. അതിനൊപ്പം തന്നെ നമ്മൾ ഒരാളെ കയ്യിൽ നിന്നും പിരിവെടുത്തിട്ടോ കാര്യങ്ങൾ ചെയ്തിട്ടല്ല, അതെല്ലാം കൂട്ടായ്മ കൂടി ചെയ്യുന്ന പരിപാടിയാണ്. അതുകൊണ്ട് നല്ല രീതിയിൽ ഇപ്പോൾ കഞ്ഞി മാത്രമല്ല, കഞ്ഞി, അച്ചാറ്, മുതിരപ്പുഴുക്ക്, പപ്പടം എന്നിവയാണ് നമ്മൾ ഭക്തർക്ക് സമൃദ്ധമായിട്ട് കൊടുക്കും. ഇന്നത്തെ പാളയിലാണ് നമ്മൾ ഈ കഞ്ഞി കൊടുക്കുന്നത്. അപ്പോൾ അത് എല്ലാവർക്കും സന്തോഷമാണ്. UDF കയ്പമംഗലം നിയോജക മണ്ഡലം സ്ഥാനാർത്ഥി TM നാസർ കയ്പമംഗലം പഞ്ചായത്തിലെ വിവിധയിടങ്ങളിൽ പര്യടനം നടത്തി. കുരിക്കുഴി സെന്ററിൽ നിന്ന് ആരംഭിച്ച പര്യടനം മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകൾ മറിയ ഉമ്മൻ ഉദ്ഘാടനം ചെയ്തു. 5 വർഷത്തെ വികസന മുരടിപ്പ് ഇതിനൊക്കെ ഒരു അന്ത്യം വേണ്ടേ?
കേരളത്തിലുടനീളം കഴിഞ്ഞ 10 വർഷം നോക്കുകയാണെങ്കിൽ യാതൊരു വിധമായ വികസനം നടന്നിട്ടില്ല, ക്ഷേമ പ്രവർത്തനങ്ങൾ നടന്നിട്ടില്ല. എൻ്റെ അപ്പ തുടങ്ങി വെച്ച എല്ലാ ക്ഷേമ പദ്ധതികളും നിർത്തലാക്കി സാധാരണക്കാരന് ജീവിക്കാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് ഉള്ളത്. കേരളം നമ്മുടെ ചെറുപ്പക്കാരെല്ലാം അവർക്ക് ഇവിടെ ജീവിക്കാനുള്ള സാഹചര്യങ്ങളില്ലാത്തത് കൊണ്ട് എല്ലാവരും പുറത്തേക്ക് പോയി കേരളം ഒരു ഓൾഡേജ് ഹോമായി മാറിക്കൊണ്ടിരിക്കുന്നു. ചെറുപ്പക്കാർക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം. ബാക്കി ഏത് മേഖലയും വിലക്കയറ്റം സാധാരണക്കാരന് പറ്റുന്നില്ല. ക്ഷേമ പദ്ധതികളില്ല, പെൻഷനുകളില്ല, ഒരു വരുമാനമില്ലാത്തവരെ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു പദ്ധതികൾ, ക്ഷേമ പദ്ധതികളെല്ലാം നിർത്തി. ഇതിനൊക്കെ ഒരു അറുതി വരേണ്ടതിൻ്റെ എന്തിനാണ് നമ്മൾ നിൽക്കുന്നത്? ഇനി അടുത്തൊരു 5 വർഷം കഴിഞ്ഞ് നമുക്കിവിടെ ഇങ്ങനെ നിൽക്കാൻ സാധിക്കുമോ എന്നുള്ളത് തീരുമാനിക്കുന്ന ഒരു ലക്ഷ്യമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഇപ്പം ഈ ഒരു 5 വർഷം നമുക്ക് ആ യാത്രയിൽ നമുക്ക് സഹായിക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ അടുത്ത 5 വർഷം കഴിയുമ്പോൾ നമ്മളൊക്കെ തന്നെ 5 വർഷം കൂടെ ഇവിടെ കാണത്തേ ഉള്ളൂ. ഇപ്പോൾ ഉള്ള ആരെങ്കിലും ചെറുപ്പക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവരും ഇവിടെ കാണത്തില്ല. കെ വി അബ്ദുൾ മജീദ് അധ്യക്ഷനായി. സ്ഥാനാർത്ഥി ടി എം നാസർ, നേതാക്കളായ എം കെ അബ്ദുൾ സലാം, സി എസ് രവീന്ദ്രൻ, പി എം എ ജബ്ബാർ, സി ജെ പോൾസൺ, സജയ് വയനപ്പള്ളി, മുജീബ് റഹ്മാൻ, സുനിൽ പി മേനോൻ, മണി കാവുങ്ങൽ, കെ കെ സക്കരിയ, ബീന സുരേന്ദ്രൻ, ഒ എസ് നഫീസ, ഉമറുൽ ഫാറൂഖ്, കെ ബി അനിൽകുമാർ, ടി കെ സെയ്തു, സി ജെ ജോഷി തുടങ്ങിയവർ വിവിധയിടങ്ങളിൽ സംസാരിച്ചു. പര്യടനം വൈകിട്ട് വഞ്ചിപ്പുരയിൽ സമാപിക്കും. നാട്ടിക നിയോജക മണ്ഡലം LDF സ്ഥാനാർത്ഥി ഗീതാ ഗോപിയുടെ പ്രചരണാർത്ഥം സംയുക്ത കർഷക സമിതിയുടെ നേതൃത്വത്തിൽ കോടന്നൂർ സെന്ററിൽ ഐക്യദാർഢ്യ സദസ്സ് സംഘടിപ്പിച്ചു. കേരള കർഷക സംഘം തൃശൂർ ജില്ലാ പ്രസിഡന്റ് PR വർഗീസ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. കേരള കർഷക സംഘം മണ്ഡലം പ്രസിഡന്റ് KS മോഹൻദാസ് അധ്യക്ഷനായി. കിസാൻ സഭ ചെയർപേഴ്സൺ സെക്രട്ടറി PT സണ്ണി, കിസാൻ സഭ തൃശൂർ ജില്ലാ സെക്രട്ടറി KK രാജേന്ദ്ര ബാബു, കിസാൻ സഭ ജില്ലാ പ്രസിഡന്റ് MV സുരേഷ്, സണ്ണി ജോസഫ്, VR മോഹൻദാസ്, ബാബു വിജയകുമാർ, സുജിന്ത് പുല്ലാട്ട് എന്നിവർ സംസാരിച്ചു. ആയിരത്തി 1979-81 നാട്ടിക SM കോളേജ് പ്രീഡിഗ്രി ബാച്ചിന്റെ വാർഷിക സംഗമവും സഹപാഠിയായ ഓട്ടംതുള്ളൽ കലാകാരൻ മണലൂർ ഗോപിനാഥിനുള്ള ആദരവ് ചടങ്ങും നടന്നു. ചെമ്മപ്പള്ളി പുഴയോരം റിവർ ഹൗസിൽ വെച്ച് നടന്ന സംഗമത്തിൽ പ്രസിഡന്റ് ഡോക്ടർ ജ്യോതിക മണലൂർ ഗോപിനാഥിനെ മൊമന്റോ നൽകി ആദരിച്ചു. ദിലീപ് കുമാർ പൊന്നാടയും ചാർത്തി. വൈസ് പ്രസിഡന്റ് മിനി, സെക്രട്ടറി വിനയപ്രസാദ്, യൂസഫ് TR വിജയം, ബാലകൃഷ്ണൻ, ദിലീപ് കുമാർ എന്നിവർ സംസാരിച്ചു. മണലൂർ ഗോപിനാഥിന്റെ ഓട്ടം തുടങ്ങിയ കഥ എന്ന പുസ്തകം സഹപാഠികൾക്ക് വിതരണം നടത്തി. അതിനുശേഷം അംഗങ്ങളുടെ കലാപരിപാടിയും ബോട്ട് സവാരിയും ഉണ്ടായിരുന്നു. ഇന്ത്യ മുഴുവൻ എന്ന് പറഞ്ഞ പോലെ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യക്ക് പുറത്തും ഓട്ടംതുള്ളൽ പരിപാടികൾ അവതരിപ്പിച്ച് വളരെ പ്രശസ്തനായിരിക്കുന്ന നമ്മളുടെ ഒരു സഹപാഠി, നമ്മളുടെ കൂട്ടുകാരൻ, നമ്മളുടെ ഇടയിലുള്ള ഒരാളെ ആദരിക്കുക എന്ന് പറയുന്നത് ഒരു സൗഭാഗ്യമാണ്. അതുകൊണ്ട് അതും കൂടി നമുക്ക് ഉൾപ്പെടുത്താം എന്നുള്ള ഒരു ഇത് വന്നു. അപ്പോൾ വിനയത്തിനായിരുന്നു നിർബന്ധം, അത് ഗോപിയെ അറിയിക്കാൻ പാടില്ല, സർപ്രൈസ് ആയിരിക്കണം. അപ്പോൾ പിന്നീട് അതിൻ്റെ ചിന്ത, അതിനെന്ത് വേണം, അപ്പൊ അതിനുവേണ്ടി വേറൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി. ആ ഗ്രൂപ്പിലായിരുന്നു ചർച്ച. മെയിൻ ഗ്രൂപ്പിൽ ആരും ഇടരുന്ന് അന്ത്യശാസനം കൊടുത്തിട്ടുണ്ടായിരുന്നു വിനയം. ആരെങ്കിലും പറഞ്ഞു പോയാൽ തല്ലിക്കൊല്ലുന്നുള്ള പോലെയായിരുന്നു. അപ്പോ അതുകൊണ്ട് എല്ലാവരും ആ ഭയത്തോട് കൂടിയിട്ട് ആരും പുറത്തൊന്നും അറിയിച്ചില്ല. ഈ നിമിഷം ഇവിടെ ഗോപി ഇങ്ങോട്ട് കയറി വരുന്നവരെ ഗോപിക്ക് അത് അറിയില്ലായിരുന്നു. അപ്പോ വിനയത്തിന്റെ ആ ആഗ്രഹം 100% സക്സസ് ആയി. കായിക അധ്യാപകനും സാമൂഹ്യ സേവകനും ശ്രീ വാഴപ്പള്ളി രാജരാജേശ്വരി ക്ഷേത്രം പ്രസിഡന്റുമായ വി ഉണ്ണികൃഷ്ണൻ മാസ്റ്ററെ സൗഹൃദം സ്നേഹക്കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. കൊടുങ്ങല്ലൂർ DYSP പ്രമോദ് P ചടങ്ങിന്റെ ഉദ്ഘാടനവും സ്നേഹാദര സമർപ്പണവും നടത്തി. അന്ന് വിദ്യാഭ്യാസം, അതായത് ഇപ്പോൾ മാഷൊക്കെ പഠിക്കുന്ന കാലത്ത് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എല്ലാവരും ചെയ്യുന്നൊരു കലയല്ല അല്ലേ. ഇപ്പം ഈ വിദ്യാഭ്യാസം സാർവത്രികമാണ്, എല്ലാവർക്കും എത്തിപ്പെടാൻ പറ്റുന്നൊരു മേഖലയാണ് വിദ്യാഭ്യാസം. പണ്ടൊക്കെ 10ാം ക്ലാസ് കഴിഞ്ഞാൽ പഠിത്തം നിർത്തുക,
അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞാൽ പഠിത്തം നിർത്തുക. ഇത് ഞാൻ പറയാൻ കാരണം എൻ്റെ വീട് നിലമ്പൂരാണ്. അവിടെ എൻ്റെ അമ്മാവനൊക്കെ ഗുരുവായൂരപ്പൻ കോളേജിൽ MA എക്കണോമിക്സിന് നടന്ന് പഠിക്കുകയാണ്. നിലമ്പൂർ നടക്കാൻ വരുമ്പോൾ ഓരോ കരിങ്കലുമ്പിൽ എത്തുമ്പോഴും ആളുകൾ എണീറ്റ് നിൽക്കുക. ഈ പണ്ട് റൗഡികളൊക്കെ എസ്ഐനെ കണ്ട് എണീറ്റിട്ടുണ്ട്. അത്രയും ഇഷ്ടമാണ് അധ്യാപകർക്ക്. അപ്പം അധ്യാപകർ ഒരുപക്ഷെ ഉണ്ണിമാഷിൻ്റെ ശിഷ്യന്മാരായിട്ടുള്ളവരൊക്കെ ഇവിടെ ഈ വേദിയിലുണ്ടായിരിക്കും. അപ്പം അദ്ദേഹത്തിന് ആയുരാരോഗ്യവും സൗഭാഗ്യവും ഐശ്വര്യവും തുടർന്നുള്ള ജീവിതം ഇവിടെ ആശംസ അർപ്പിച്ച വീട്ടുകാരൻ മരുമകൻ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് രാഷ്ട്രീയമാണോ ഇനി സാംസ്കാരികമാണോ കലയാണോ അത് വിരമിക്കുക എന്നുള്ളതൊരു ഔപചാരികമായൊരു ചടങ്ങ് മാത്രമാണ്. ആരും എവിടുന്നും വിരമിക്കുന്നില്ല. കാരണം അധ്യാപകർ സമൂഹവുമായി ഇഴുകിച്ചേർന്ന് എപ്പോഴും അവരുടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സൗഹൃദ കൂട്ടായ്മ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തൈപ്പറമ്പത്ത് അധ്യക്ഷനായി. ബിജു SI, എക്സൈസ് ഓഫീസർ ജദീർ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അജ്മൽ ഷെരീഫ്, ജുമാ മസ്ജിദ് ജനറൽ സെക്രട്ടറി ഷംനാസ് ഷെരീഫ്, ഹെൽത്ത് സൂപ്പർവൈസർ ഹനീഷ് കുമാർ TP, പ്രീതി പ്രേമചന്ദ്രൻ, ഫാത്തിമ സലീം, BR രാധാകൃഷ്ണൻ, വാഴപ്പള്ളി ക്ഷേത്രം സെക്രട്ടറി ശാന്ത ജയപ്രകാശൻ, സിനി ടീച്ചർ, സുപ്രിയ ടീച്ചർ, കൃഷ്ണകുമാർ, ഹുസൈൻ പുതിയ വീട്ടിൽ, സുധീഷ് ആനവിഴുങ്ങി, ലിജേഷ് ആനവിഴുങ്ങി എന്നിവർ സംസാരിച്ചു. തുടർന്ന് SI സുഭാഷ്, കൃഷ്ണപ്രിയ, കൃഷ്ണനുണ്ണി, കണ്ണൻ, വിജീഷ് എന്നിവരുടെ നേതൃത്വത്തിൽ ഗാനമേളയും ഉണ്ടായിരുന്നു. തൃശൂർ ജില്ലയിലെ തീരദേശ പഞ്ചായത്തുകളിൽ താമസിക്കുന്ന അതിഥി തൊഴിലാളികളുടെ കുട്ടികളുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി ചിരാഗ് 2026 എന്നൊരു കൈത്താങ്ങ് നാളെ ഒരു മികച്ച ഭാവി എന്ന പദ്ധതിക്ക് തുടക്കം കുറിച്ചു. വലപ്പാട് ഭാവന ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങ് ലയൺസ് ക്ലബ് ഇന്റർനാഷണലിന്റെ ഫസ്റ്റ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ സുരേഷ് K. വാര്യർ ഉദ്ഘാടനം നിർവഹിച്ചു. അതിഥി തൊഴിലാളികളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം, ആരോഗ്യബോധം, സാമൂഹിക ഇടപെടൽ എന്നിവ ശക്തിപ്പെടുത്തുകയാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. മണപ്പുറം ഹോം ഫിനാൻസ്, മാബൻ ലിമിറ്റഡ് എന്നിവരുടെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കിയത്. മണപ്പുറം ഫൗണ്ടേഷൻ CEO ജോർജ് D. ദാസ് അധ്യക്ഷനായി. മണപ്പുറം ഫിനാൻസ് സീനിയർ PROയും സെക്കൻഡ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണറുമായ KM അഷറഫ്, മാബൻ ടെക്നിക്കൽ ഹെഡ് ദിനു P, ഹോം ഫിനാൻസ് HR ഹെഡ് ദിബു PR, മണപ്പുറം ഫൗണ്ടേഷൻ പബ്ലിക് റിലേഷൻ മാനേജർ ഷിനിത ആഷിഖ്, സോഷ്യൽ വർക്കർ അഖില PL, അയ്യപ്പൻ മെമ്മോറിയൽ LP സ്കൂൾ അധ്യാപകർ, RMVHSS അധ്യാപിക ബീബ B എന്നിവർ സംസാരിച്ചു. 200ഓളം വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു. കുട്ടികൾക്ക് പഠനോപകരണങ്ങളും കളിപ്പാട്ടങ്ങളും വിതരണം ചെയ്തു. ചിലപ്പോൾ എത്തിയേക്കാം എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. പരിപാടി നീണ്ടുപോകേണ്ട എന്നുള്ളത് കൊണ്ടാണ് ഇതിലേക്ക് കടക്കുന്നത്. ചിരാഗ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഹിന്ദിയിലും മലയാളത്തിലും അതിൻ്റെ അർത്ഥം ദീപം, പ്രകാശം, വിളക്ക് എന്നൊക്കെയാണ്. ഒരു വിളക്കായി ഈ മണപ്പുറം ഫൗണ്ടേഷൻ വെളിച്ചമായി നിങ്ങളുടെ ഭാവി ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എന്നുള്ളതാണ് ഈ മഹത്തായ കർമ്മത്തിൻ്റെ ഏറ്റവും വലിയ ഉത്കൃഷ്ടത എന്ന് ഞാൻ കരുതുന്നു. നിങ്ങളോട് കൂടുതൽ സംസാരിക്കാനൊന്നും ആഗ്രഹിക്കുന്നില്ലെങ്കിലും ഇത് സാധാരണ കാണുന്ന ഒരു പരിപാടിയല്ല എന്നുള്ളതാണ്. ഇടവേള. ബിൽടെക് തൃപ്രയാറിലെ ഏറ്റവും വലിയ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി ആൻഡ് ഹാർഡ്വെയർ ഷോറൂം. കമ്മീഷൻ ഇല്ലാതെ ഏറ്റവും വിലക്കുറവിൽ ഫിക്സഡ് പ്രൈസിൽ വീട് പണിക്ക് ആവശ്യമായ എല്ലാവിധ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി, ബാത്റൂം ഫിറ്റിംഗ്സ്, കിച്ചൺ സിങ്സ്, വാർഡ്രോബ്സ്, മോഡുലാർ കിച്ചൺ, സ്റ്റീൽ ഡോർസ് ആൻഡ് വിൻഡോസ്, ഹാർഡ്വെയർസ് ആൻഡ് ഡോർ ലോക്സ്, സ്റ്റെയിൻലെസ് സ്റ്റീൽ ആൻഡ് PVC വാട്ടർ ടാങ്ക്സ്, ജനറൽ ഹൗസ് ഹോൾഡ് തുടങ്ങി നിരവധി ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ ഒരേ കുടക്കീഴിൽ അതീവ വിലക്കുറവിൽ ലഭ്യമാകുന്നു. തൃപ്രയാർ പോളി ജംഗ്ഷനിലുള്ള ബിൽടെക്കിന്റെ ഓൾ ഇൻ വൺ ഹാർഡ്വെയർ ഷോറൂമിലേക്ക് ഏവർക്കും സ്വാഗതം. ബിൽടെക് തൃപ്രയാറിലെ ഏറ്റവും വലിയ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി ആൻഡ് ഹാർഡ്വെയർ ഷോറൂം. ഫിനാൻസ്
നിങ്ങളുടെ സ്വർണത്തിന് ഇരട്ടി മൂല്യം വരെ ലഭിക്കാവുന്ന അടിപൊളി ഗോൾഡ് ലോൺ സ്കീമുകളുണ്ട്. കൂടാതെ നിക്ഷേപങ്ങൾക്ക് ഏറ്റവും ഉയർന്ന പലിശയും ബിസിനസ്സുകാർക്ക് പെട്ടെന്ന് ലഭിക്കാവുന്ന ചെറുകിട മൈക്രോ ബിസിനസ് ലോണുകളും. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചിൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്ര. ഫിനാൻസിൽ നിങ്ങളുടെ സ്വർണത്തിന് ഇരട്ടി മൂല്യം വരെ ലഭിക്കാവുന്ന അടിപൊളി ഗോൾഡ് ലോൺ സ്കീമുകളുണ്ട്. കൂടാതെ നിക്ഷേപങ്ങൾക്ക് ഏറ്റവും ഉയർന്ന പലിശയും ബിസിനസ്സുകാർക്ക് പെട്ടെന്ന് ലഭിക്കാവുന്ന ചെറുകിട മൈക്രോ ബിസിനസ് ലോണുകളും. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചിൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്ര. വാർത്തകൾ തുടരുന്നു.
വലപ്പട ഹൈസ്കൂൾ ഗ്രൗണ്ടിന് സമീപം കോഴിപ്പറമ്പിൽ ഭദ്രകാളി ഭുവനേശ്വരി വിഷ്ണുമായ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവത്തിന്റെ ഭാഗമായുള്ള കളമ്പാട്ട് നടന്നു. രാവിലെ മുത്തപ്പനും വീരഭദ്രസ്വാമിക്കും വൈകിട്ട് വിഷ്ണുമായ സ്വാമിക്കും വിശേഷാൽ പൂജകൾ നടത്തി. പൂജകൾക്ക് NS പ്രജീഷ് ശാന്തി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് രൂപകളം ദർശനവും കളമ്പാട്ടും നടന്നു. ഷിബു ഷാജൻ ഊരകവും സംഘവും നേതൃത്വം നൽകി. നിരവധി ഭക്തർ ചടങ്ങുകളിൽ സംബന്ധിച്ചു. ചടങ്ങുകൾക്ക് ക്ഷേത്രം പ്രസിഡന്റ് ബിനീഷ് KP, സെക്രട്ടറി സുരേഷ് KB, ബൈജു KD, സത്യാനന്ദൻ KK, ഷിനോജ് KV, സദാനന്ദൻ, പ്രകാശൻ KV, വിജയ് ഹരി, രവീന്ദ്രൻ KK എന്നിവർ നേതൃത്വം നൽകി. ഒരു കളരിയിൽ രണ്ട് കള്ളക്കൂട്ട് പഠിപ്പിക്കുന്നത് ഞങ്ങളുടെ അച്ഛനും അമ്മയും തരുന്നത് പുത്തനല്ലേ പണമല്ലേ. നാട്ടിക നിയോജക മണ്ഡലത്തിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഗീതാ ഗോപിയുടെ തെരഞ്ഞെടുപ്പ് ഗാനങ്ങളുടെ ഓഡിയോ റിലീസിംഗ് നടന്നു. പെരിങ്ങോട്ടുകരയിലെ LDF നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ നടന്ന ചടങ്ങിൽ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഓഡിയോ റിലീസിംഗ് നടത്തി. KK ജോബിയുടെയും അക്ബർ താന്യത്തിന്റെയും രചനയിൽ 7 ഗാനങ്ങളാണ് റിലീസ് ചെയ്തത്. ഷാർജയിൽ ഹൗസ് ഡ്രൈവറായി ജോലി ചെയ്യുന്ന പ്രവാസി കലാകാരനായ അക്ബർ താന്യം തന്നെയാണ് സംഗീത സംവിധാനം നിർവഹിച്ചത്. CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗം KP രാജേന്ദ്രൻ, CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം VS സുനിൽകുമാർ, CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ഷാജൻ, TR രമേഷ് കുമാർ, AS ദിനകരൻ, വർഗീസ് മാസ്റ്റർ KP സന്ദീപ്, KK ജോബി, CR മുരളീധരൻ, KM കിഷോർ കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. കണ്ടശങ്കടവ് സെന്റ് മേരീസ് നേറ്റിവിറ്റി ഫൊറോന പള്ളിയിൽ വിശുദ്ധ വാരാചരണത്തിന്റെ തുടക്കമായി ഓശാന ഞായർ ആചരിച്ചു. തിരുകർമ്മങ്ങൾക്ക് ഫാദർ റാഫേൽ ആക്കാമറ്റത്തിൽ മുഖ്യ കാർമ്മികനായി. പ്രത്യേക പ്രാർത്ഥന, സുവിശേഷ വായന, കുരുത്തോല ആശീർവാദം, കുരുത്തോല പ്രദക്ഷിണം എന്നിവ ഉണ്ടായി. തുടർന്ന് ആശീർവദിച്ച കുരുത്തോലകൾ വിശ്വാസികൾക്ക് വിതരണം ചെയ്തു. അസിസ്റ്റന്റ് വികാരി ഫാദർ ഇലോയ് ചിറമ്മൽ സഹകാർമ്മികനായി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി കണ്ടശങ്കടവ് യൂണിറ്റ് തെരഞ്ഞെടുപ്പ് നടന്നു. 2026-28 വർഷത്തേക്കുള്ള ഭരണസമിതി അംഗങ്ങളായി പ്രസിഡന്റ് ജോയ്മോൻ പള്ളിക്കുന്നത്ത്, ജനറൽ സെക്രട്ടറി വർഗീസ് P ചാക്കോ, ട്രഷറർ PS സൂരജ് എന്നിവരെ തെരഞ്ഞെടുത്തു. ഏങ്ങണ്ടൂർ ലെനിൻ നഗർ റെഡ് ബുൾസ് കലാകേന്ദ്ര ബാഡ്മിന്റൺ കോർട്ട് നാടിന് സമർപ്പിച്ചു. ഏങ്ങണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സേവ്യർ പുലിക്കോട്ടിൽ ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ MS ശരത്ത അധ്യക്ഷത വഹിച്ചു. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച പ്രതിഭകളെ ചടങ്ങിൽ ആദരിച്ചു. റെഡ് ബുൾസ് രക്ഷാധികാരി മുകേഷ്, കവിയും ഗാനരചയിതാവുമായ ഏങ്ങണ്ടൂർ ചന്ദ്രശേഖരൻ, അരവിന്ദൻ പണിക്കശ്ശേരി, തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഇർഷാദ് K ചേറ്റുവ, കാർത്തികേയൻ ഏങ്ങണ്ടിയൂർ, ലിൻഡോ പുലിക്കോട്ടിൽ, ഡോക്ടർ ജെന്നി കളത്തിൽ, പരിശീലകൻ ഡീഗോ, രാധേഷ് കൃഷ്ണ, തിരക്കഥാകൃത്ത് രാജീവ് ഗോപി, സംഗീത സിദ്ധാർത്ഥ, മാധവക്കുറുപ്പ്, സന്തൂർ കലാകാരൻ NV രാജേഷ്, രാധാകൃഷ്ണൻ പുളിഞ്ചോട്, ജംഷിദ് മാസ്റ്റർ, രാജേഷ് ചക്കാമടത്തിൽ, പ്രൈസൺ മാസ്റ്റർ ലതീഷ് ഏങ്ങണ്ടിയൂർ, ഷൈജു ചേറ്റുവ എന്നിവർ സംസാരിച്ചു. തുടർന്ന് പത്മവിഭൂഷൺ പണ്ഡിറ്റ് ശിവകുമാർ ശർമ്മയുടെ ശിഷ്യൻ ഹരി സന്തൂറിന്റെ നേതൃത്വത്തിൽ സന്തൂർ വാദനം, തിരുവാതിരക്കളി, നാടോടി നൃത്തം, ഗാനഭൂഷണം, ഭജൻസ് എന്നിവയും ഉണ്ടായിരുന്നു. ഇന്ന് അവരുടെ ഒരു സ്വപ്നം യാഥാർത്ഥ്യമാക്കുകയാണ്. ഒരു ഷട്ടിൽ കോർട്ട്, ഒരു ഇൻഡോർ സ്റ്റേഡിയം നമ്മുടെ നാടിനു വേണ്ടി ഇവിടെ സമർപ്പിക്കുന്നുവെന്ന ഏറ്റവും അഭിമാനകരമായ നിമിഷത്തിലാണ് ഞാനും നിങ്ങളുമെല്ലാം പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നേരത്തെ മുകേഷ് സൂചിപ്പിച്ചതുപോലെ ഞങ്ങളൊക്കെ ഏറെക്കുറെ പ്രായം കൊണ്ട് സമകാലീനരാണ്. കായിക രംഗത്ത് വിവിധ രംഗങ്ങളിൽ ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിനുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ആ സമയത്തൊക്കെ ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ സാധ്യമാകാത്ത പല കാര്യങ്ങളും ഇന്ന് സാധ്യമാകുന്ന ഒരു കാലഘട്ടത്തിനകത്താണ് നാമൊക്കെ ജീവിച്ചു പോകുന്നത്. അപ്പം എൻ്റെയൊക്കെ ചെറുപ്പകാലം ഷൈജു, ഞാനൊക്കെ ഒരുമിച്ച് ജെയിൻ അവിടെ നിൽക്കുന്നുണ്ട്, എൻ്റെ കൂടെ പഠിച്ച നിരവധി പേര് ഇവിടെ ഉണ്ട്. ഞങ്ങളുടെയൊക്കെ ഒരു ചെറുപ്പകാലത്ത് ഒരു ഫുട്ബോൾ കളിക്കുമ്പോൾ തന്നെ അതിൻ്റെ സ്റ്റിച്ച് വിടാത്തൊരു ബോൾ കൊണ്ട് കളിക്കുക എന്നുള്ള തന്നെ വലിയൊരു എന്താ പറയുക സ്വപ്നമാണ്. രാവിലെ സ്കൂളൊക്കെ വിട്ട് ചെന്ന് ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കുമ്പോൾ പലപ്പോഴും ആ ബോളൊക്കെ പൊട്ടി ഞങ്ങൾ തന്നെ തുന്നി കൂട്ടി കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങളൊക്കെ അന്ന് കളിച്ച് വളർന്നത്. തൃപ്പയാർ നാട്ടിക സെന്ററിന് പടിഞ്ഞാറ് ബാവു മാസ്റ്റർ റോഡിന് വടക്കുവശം താമസിക്കുന്ന പരേതനായ മാനങ്ങത്ത കൊച്ചു മുഹമ്മദ് മകൻ കുഞ്ഞുമോൻ അന്തരിച്ചു. 80 വയസ്സായിരുന്നു. ഭാര്യ പരേതയായ ഫാത്തിമ ഐഷാബി.
മക്കൾ ഷാനവാസ്, ഷാജിദ, ഷൈനാസ്, മരുമക്കൾ ബഷീർ, അബ്ദുൾ റസാഖ്, ഷക്കീല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഗ്രാമപ്രദക്ഷിണം പൂർത്തിയാക്കി ആറാട്ടുപുഴ പൂരത്തിന് നെടുനായകത്വം വഹിക്കാൻ ഇനി തേവരുടെ രാജകീയ യാത്ര. അതിഥി തൊഴിലാളികളുടെ കുട്ടികളുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി ചിരാഗ് 2026 പദ്ധതിക്ക് തുടക്കമായി. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ചൂടേറുന്നു. UDF കയ്പമംഗലം നിയോജക മണ്ഡലം സ്ഥാനാർത്ഥി TM നാസർ വിവിധയിടങ്ങളിൽ പര്യടനം നടത്തി. ഗീതാഗോപിയുടെ തെരഞ്ഞെടുപ്പ് ഗാനങ്ങളുടെ ഓഡിയോ റിലീസിംഗ് നടന്നു. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.